ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പുതിയ 2026 വോക്സ് വാഗൺ ടൈഗറിനെ കുറിച്ചാണ്. അപ്പോൾ അതിനു മുന്നേ ഞാൻ ഈ ചാനലിനെ കുറിച്ചൊന്ന് പറയാം. ഞാനിപ്പോൾ ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത് നമുക്ക് പുതിയതായിട്ട് വാഹനം വാങ്ങിക്കുന്ന ആൾക്കാർക്കും പിന്നെ ഇതിൻ്റെ കുറച്ച് സ്പെക്ക് കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ളവർക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഒത്തിരി വീഡിയോസൊക്കെ കാണാറുണ്ട്, ഇതിൻ്റെ മൂവിങ് ഷോട്ട്സ് ആൻഡ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ പറയാറുണ്ട്. ഞാൻ പ്യുവർലി ഇപ്പോൾ നിലവിൽ ഞാനൊന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നോക്കിയിട്ടുണ്ട്. പ്ലസ് ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രോഷർ വെച്ചൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. നമ്മുടെ വോക്സ് വാഗൺ ടൈഗൺ നിങ്ങൾക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന വേർഷനിൽ നിന്നും അത്യാവശ്യം ഫ്രണ്ട് പോർഷൻ കുറച്ച് നല്ല ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇത് വളരെ നല്ലൊരു കളറാണ്. ഇത് അവക്കാഡോ പേൾ കളർ എന്നാണ് അവർ പറയുന്നത്. ഇറ്റ്സ് എ വെരി നൈസ് കളർ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എനിക്ക് എവിടെയൊക്കെ ഒരു ചെറിയൊരു വിക്ടോറിസിൻ്റെ ചെറിയൊരു ഒരു ഫേസ് കട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു ഷാർപ്പ് ലൈൻസ് ഉള്ള ജർമ്മൻ യൂഷ്വൽ ഡിസൈനിൽ നിന്ന് മാറി ചെറിയൊരു ഫ്ലൂയിഡിക് ഡിസൈൻ ഫ്രണ്ടിൽ കൊണ്ടുവന്നു. ബട്ട് ഇറ്റ്സ് എ വെരി നൈസ് ഡിസൈൻ. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു ഇല്യൂമിനേറ്റഡ് DRLs കണക്റ്റഡ് DRLs ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വോക്സ് വാഗൺ ലോഗോ ഒന്ന് ഇല്യൂമിനേറ്റഡ് ആണ്. ഈ കളർ കാണാൻ നല്ല രസമുള്ളൊരു കളറാണ്. നേരിട്ട് കാണാനായാലും നല്ല രസമുള്ളൊരു കളറാണ്. ഐ ലൈക്ക് ദിസ് കളർ. ഇപ്പോൾ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ബാക്കി ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ കാണാം. എന്നിരുന്നാലും ദിസ് കളർ ഇസ് മൈ ഫേവറേറ്റ്. ബട്ട് ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ദിസ് വെഹിക്കിൾ ഇസ് നോട്ട് ഹാവിങ് എ ഫോഗ് ലാമ്പ്. ഓക്കെ, അപ്പോൾ ഫോഗ് ലാമ്പ് ഇതിൽ വരുന്നില്ല. അതിന് പകരം നമുക്ക് DRLും നല്ല പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം അല്ലേ. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഡിഫറൻസ് തോന്നുന്നില്ല. ഇതൊരു ഷെയ്ഡി ഒരു ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് കാണിച്ചേക്കുന്നത്. നമുക്കറിയാം ഒരു ടിപ്പിക്കൽ ഒരു ടൈഗൺ എങ്ങനെയായിരുന്നു അത് തന്നെയാണ് നമുക്ക് സൈഡ് പ്രൊഫൈലും തോന്നുന്നത്. ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ഏകദേശം പഴയ ഒരു ഡിസൈൻ തന്നെയാണ്. ചെറിയ എലമെൻസിൽ വ്യത്യാസം ഉണ്ടെങ്കിലും പക്ഷേ പഴയ ഒരു ഡിസൈൻ തന്നെയാണ്. ഒബ്വിയസ്ലി വീൽസിലൊക്കെ മാറ്റമുണ്ട്, പക്ഷേ പുറകെ നോക്കുമ്പോൾ സംവാട്ട് സിമിലർ ആണ് അല്ലേ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്കൊരു ബാക്ക് കാണുമ്പോൾ അത്ര വലിയ ഡിഫറൻസ് തോന്നുന്നില്ല. ബട്ട് ഫ്രണ്ട് പോർഷൻ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. താഴേക്ക് വരുമ്പോൾ ഉണ്ട് ഈ ഒരു ടിപ്പിക്കൽ ഡിസൈൻ സംതിങ് ലൈക്ക് കുറച്ച് ഞാൻ ഈ പറഞ്ഞ വാഹനങ്ങൾക്കായിട്ടൊക്കെ ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എനിക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഈ ഇലുമിനേറ്റഡ് ലോഗോ ഉണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഇലുമിനേറ്റഡ് ലോഗോ. നമ്മൾ രാത്രിയൊക്കെ വരുമ്പോൾ നല്ലൊരു നൈസ് വ്യൂ ആയിരിക്കും അത്. പിന്നെ റിയർ ലോഗോയും കണ്ടോ, റെഡിഷ് കളറിലാണ്. ഓക്കെ, അപ്പോൾ അത് നൈസ് ഒരു കളറാണ്. പിന്നെ ഈ പറഞ്ഞ ചില സെലക്റ്റഡ് വേരിയൻസിൽ ഗ്ലോസി അലോയ് ബ്ലാക്ക് വീൽസ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട റെഡിൽ ആക്ച്വലി അതൊരു ഡയമണ്ട് കട്ട് പോലത്തെ സംഭവമാണ്. ബട്ട് ഐ പേഴ്സണലി ലൈക്ക് ദിസ് ഗ്ലോസി ബ്ലാക്ക് അലോയ്സ്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഫുള്ളി LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. പിന്നെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം അത്യാവശ്യം ഇപ്പോൾ 10.2ൻ്റെ സ്ക്രീനാണെന്ന് തോന്നുന്നു. അത് കുറച്ചുകൂടെ വലിയ സ്ക്രീനാണ് നമ്മൾ ഓൾഡ് വേർഷൻസിനെക്കാട്ടിലും. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം ഉണ്ട്. പിന്നെ ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വരുന്നത്. പിന്നെ 10/10 നാവിഗേഷൻ, അത് നമുക്ക് അകത്തെ ക്ലസ്റ്ററിൻ്റെ നടുക്കിൽ കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് കുഴപ്പമില്ലാത്തൊരു ഫീച്ചറാണ്. പക്ഷേ ഏറ്റവും വലിയൊരു നല്ലൊരു ഫീച്ചർ സൺറൂഫ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഫീച്ചറാട്ടോ. ഈ പനോറമിക് സൺറൂഫ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊന്നും നമ്മൾ കഴിഞ്ഞ വേർഷനിലൊന്നും ഈ ഒരു പനോറമിക് സൺറൂഫ് അല്ലായിരുന്നു, സാധാ ഒരു സൺറൂഫാണ് വരുന്നത്. ഒരു സിംഗിൾ മേ ബി ഒരു 30 സെൻറ്റിമീറ്ററുള്ള ചെറിയൊരു സൺറൂഫായിരുന്നു. പക്ഷേ ഇതൊരു പനോറമിക് സൺറൂഫ് ആവുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് വ്യൂ ഒക്കെ കിട്ടുന്നൊരു സൺറൂഫാണ്. പിന്നെ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്. പുതിയ എല്ലാ വണ്ടികളിലും നമുക്ക് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല ഫീച്ചറാണ്. ആക്ച്വലി ഇറ്റ്സ് ആൻ എസെൻഷ്യൽ ഫീച്ചർ. പിന്നെ റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കളർ അല്ലേ, നല്ലൊരു കളറായിട്ടല്ലേ തോന്നുന്നത്? ഐ തിങ്ക് ഇറ്റ്സ് എ വെരി നൈസ് കളർ. എന്ന് വെച്ചാൽ നമ്മളൊരു ലൈക്ക് അതൊരു കമ്പനി ഇറക്കുന്നൊരു കളറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ലൈക്ക് അത്രയ്ക്ക് നല്ലൊരു ഒരു കളറായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലേ, നമ്മൾ റാപ്പ് ചെയ്യുന്ന ടൈപ്പ് കളേഴ്സാണിത്. അങ്ങനത്തെ ഒരു ടൈപ്പ് കളറാണ് അല്ലേ, നല്ലൊരു കളറാണ്. പിന്നെ നമുക്ക് വേരിയൻസ് ആണ്. കംഫോർട്ട് ലൈൻ ഉണ്ട്, ഹൈലൈൻ പ്ലസ് ടോപ്പ് ലൈൻ. ഓക്കെ, നമുക്ക് താഴോട്ട് നോക്കാം കേട്ടോ. സ്പോർട്ട് ഉണ്ട്, GT ലൈൻ ഉണ്ട്, GT പ്ലസ് ഉണ്ട്. ഇതൊക്കെ എന്തെന്നാണ് നമുക്ക് താഴോട്ട് നോക്കാം. നമുക്ക് ഫീച്ചേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ കളേഴ്സ് എന്ന് പറയുന്നത്. അവക്കാഡോ പേൾ കളർ ഉണ്ട്, പിന്നെ വൈൽഡ് ചെറി റെഡ്. ഈ റെഡ് കളർ ഓൾറെഡി ഉണ്ടായിരുന്നു, ലൈക്ക് ക്വൈറ്റ് കോമൺ ആണ് അല്ലേ. നമ്മൾ കണ്ടുവരുന്ന ടൈഗൺ കളേഴ്സിൽ ഒന്നാണ് ഈ പറഞ്ഞ റെഡ് കളർ.
പിന്നെ വൈറ്റ് ഐക്കണും കാണാറുണ്ട്. ബ്ലാക്ക് അത്ര കോമൺ അല്ല, ലൈക്ക് ബ്ലൂ കോമൺ അല്ല. ഈ ഗ്രേയും ഇതൊക്കെയാണ്, ഗ്രേ റെഡ് വൈറ്റ് ഒക്കെയാണ് ഞാൻ കൂടുതലും കണ്ടുള്ളത്. ബട്ട് ദിസ് അവക്കാഡോ പേൾ ഇസ് ഗോയിങ് ടു ബി എ ഗുഡ് ചോയ്സ് ആൻഡ് ഇറ്റ് വിൽ ബി മോർ ഇൻ സെയിൽസ്. അപ്പോൾ നല്ല സെയിൽസ് വരാൻ പറ്റുന്നൊരു കളറാണ് ഇപ്പോൾ ഈ പറഞ്ഞ പേൾ, അവക്കാഡോ പേൾ എന്ന് പറഞ്ഞ കളർ. പിന്നെ കാർബൺ സ്റ്റീൽ മാറ്റും ഉണ്ട് കേട്ടോ, അത് ഞാൻ മറന്നു ഞാൻ പറയാം. ബട്ട് ഇറ്റ്സ് എ വെരി നൈസ് കളർ കേട്ടോ. മാറ്റ് ഫിനിഷ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളറായിരിക്കും. ഐ പേഴ്സണലി ലൈക്ക് ദാറ്റ് കളർ ഓൾസോ. അപ്പോൾ നമുക്ക് ഇനി നമ്മളെ സ്പെക്കിലേക്ക് നോക്കാം കേട്ടോ. നമുക്ക് ഈ ടൈഗൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1 ലിറ്റർ TSIയിലും 1.5 ലിറ്റർ TSIയിലും വരുന്ന 2 എൻജിൻ ഓപ്ഷൻസാണ് നമുക്കുള്ളത്. 1 ലിറ്റർ വിൽ ബി എ 3 സിലിണ്ടർ ആൻഡ് 1.5 ലിറ്റർ ഈസ് എ 4 സിലിണ്ടർ എൻജിൻ. അപ്പോൾ ഈ നമ്മളെ ഈ വോക്സ് വാഗൺ ഗ്രൂപ്പിൽ ഉള്ള ഈ ഒരു 4 സിലിണ്ടർ 1.5 TSI എൻജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവർക്ക് സെലക്റ്റീവായിട്ട് ഈ 2 സിലിണ്ടർ ഡീആക്ടിവേറ്റ് ചെയ്ത് റിമൈനിങ് 2 സിലിണ്ടറിൽ ചില സ്പെസിഫിക് കണ്ടീഷൻ, മേ ബി കറക്റ്റായിട്ടൊരു സ്പീഡിൽ, കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഒരു ഇന്ന RPMൽ പോകുമ്പോൾ ആ 2 സിലിണ്ടർ കട്ട് ചെയ്ത് 2 സിലിണ്ടറിൽ അത് റൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. സോ യൂസർ റിവ്യൂസിലൊക്കെ കണ്ടിട്ടുള്ളതും ഞാൻ പേഴ്സണലി ഡ്രൈവ് ചെയ്തിട്ടുള്ളതും എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ആക്ച്വലി ഇറ്റ് വിൽ ഗീവ് എ മൈലേജ് വിച്ച് യു വിൽ നോട്ട് എക്സ്പെക്റ്റ്. എനിക്കതാണ് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി എനിക്കതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അത്യാവശ്യം നല്ല മൈലേജ് 1.5 ലിറ്റർ TSIയിൽ തരും. എനിക്ക് പേഴ്സണലി നോർമലി ഉള്ള 1 ലിറ്റർ TSIയിൽ 8 സ്പീഡ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ടോക്കോമോട്ടർ ഗിയർ ബോക്സാണ് വരുന്നത് ഓട്ടോമാറ്റിക്കിനകത്ത്. പക്ഷേ 1.5ലാകുമ്പോൾ DSG ഗിയർ ബോക്സ് വരും. പണ്ട് സമയത്ത് നമുക്ക് ഈ ഒരു DSG ഗിയർ ബോക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പേടിയുള്ളൊരു കാര്യമായിരുന്നു. ലൈക്ക് വോക്സ് വാഗൺ ഗ്രൂപ്പിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ കയ്യിൽ ആക്ച്വലി ഒരു വോക്സ് വാഗൺ വെൻഡോ ഉണ്ട്. അത് അന്ന് ഞാൻ 2015ലാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു മാനുവൽ, അപ്പോഴും മാനുവൽ പ്രിഫർ ചെയ്യുന്ന ആളാണ്. പക്ഷേ അച്ഛന് അന്നൊരു ഓട്ടോമാറ്റിക് നമ്മൾ നോക്കാത്തതിൻ്റെ കാരണം ഈ ഒരു DSG ആവുമ്പോൾ പണി വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റാവും, അല്ലെങ്കിൽ പണിയാൻ ഇവിടെ ഷോറൂമിൽ തന്നെ കൊണ്ടുപോകണം എന്നൊക്കെ കുറച്ച് മിത്സ് ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ആ ഒരു ഡിസിഷനിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പോൾ അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു 7 സ്പീഡ് DSG ഉണ്ടാവേണ്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതിൽ കുറച്ച് റിഗ്രറ്റ് ഉണ്ട്. ബട്ട് എനിവേ ദിസ് 7 സ്പീഡ് DSG ഇസ് എ ഹെൽ ലോട്ട് ഓഫ് ടെക്നോളജി ഇൻ ടു ഇറ്റ് ആൻഡ് ഇറ്റ്സ് എ വെരി വെരി അഡ്വാൻസ്ഡ് ഗിയർ ഷിഫ്റ്റിംഗ് വിച്ച് ഇസ് അവൈലബിൾ ഇൻ ഇന്ത്യ. അപ്പോൾ വളരെ കിടില ഒരു ഗിയർ ബോക്സാണ് ഈ DSG എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഒരു കമൻ്റ് ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി 1 ലിറ്റർ TSIയിൽ നമുക്ക് 115 bhp ആൻഡ് 178 Nm ഓഫ് ടോർക്ക്. അപ്പോൾ നമുക്കിതൊരു കമ്പയറബിൾ ഒരു പവർ ഫിഗറാണ്. 115 bhp എന്ന് പറയുമ്പം ലൈക്ക് നമുക്ക് ആ ഒരു റേഞ്ചിൽ വരുന്നതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റേഞ്ചിലുള്ള ഒരു പവറാണത്. പിന്നെ ഈ 1.5 വരുമ്പോൾ 150 bhp 250 Nm ഓഫ് ടോക്കാണ് വരുന്നത്. എൻ്റെ ഇരിക്കുന്ന ഈ വെൻഡോ 150 bhp അല്ല, 108 bhp 250 Nm ഓഫ് ടോക്ക് ഉണ്ട്. അത് കാരണം അത് ഒരു ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ടാണ് അത്രയും ടോക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. പിന്നെ താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇലക്ട്രോ മെക്കാനിക്കൽ സ്റ്റിയറിംഗ് ആണ്. ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ ഓടിച്ചപ്പോഴും നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ ഈ നമ്മളെ ഡിസ്കും ഡ്രമ്മും ലൈക്ക് ഫ്രണ്ട് ആൻഡ് റിയർ വരുമ്പോൾ ഈ 1 ലിറ്ററിൽ നമുക്ക് എപ്പോഴും ഡിസ്ക് ബ്രേക്ക് ആയിരിക്കും ബാക്കിൽ വരിക. ആൻഡ് 1.5 വരുമ്പം ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡിസ്ക് വരും. പിന്നെ സസ്പെൻഷൻ എല്ലാം സിമിലർ സസ്പെൻഷനാണ്. മക്ഫേഴ്സൺ സ്ട്രക്റ്റും സ്റ്റെബിലൈസർ ബാറും എല്ലാം ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് ടെക്നിക്കിലേക്ക് പോകുന്നില്ല. ഓക്കെ, പിന്നെ ടയർ വരുന്നത് നമുക്ക് 17 ഇഞ്ചാണ് വരുന്നത്. ടോപ്പ് ലൈനിലാണ് നമുക്ക് 17 ഇഞ്ച് വരുന്നത്. കംഫോർട്ടും ഹൈലൈൻ പ്ലസിലും കംഫോർട്ട് ലൈനും എല്ലാം 16 ഇഞ്ചാണ് വരുന്നത്. നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമേ എന്തുള്ളൂ ഈ പറയുന്ന 17 ഇഞ്ച് 205/55 വരുള്ളൂ. പിന്നെ വെയിറ്റൊക്കെ ഏകദേശം സിമിലർ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ 1.5 GT പ്ലസ്സിൽ, അതായത് 1.5 ലിറ്റർ ആകുമ്പോൾ ഒരു പൊടിക്ക് നമുക്ക് ഒബ്വിയസ്ലി ഒരു 1279 ഉണ്ടോ 1317 കിലോ, ഒരു കുറച്ച് വെയിറ്റ് കൂടും. ഐ മീൻ എഞ്ചിൻ്റെ പ്രത്യേകതയാണത്. ലേക്കറിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് നമുക്കിപ്പോൾ 1640
43, 1680, 1695, ഏകദേശം ഒരു 10-20 കിലോ വരെ വ്യത്യാസം അത്രേ ഉള്ളൂ. ഡയമെൻഷനൊക്കെ സെയിം ആട്ടോ. ഒരു അണ്ടർ 4 മീറ്റർ ലെങ്ത്തിൽ വരുന്ന വണ്ടിയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 4221 mm ലെങ്ത്തിലുള്ള വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉണ്ട്, 385 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ട്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 50 ഉണ്ട്. സോ മൈലേജ് വിൽ ബി അറൗണ്ട്, ഞാൻ അപ്പോൾ ഡ്രൈവർ 16-17 ആ റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഓടിച്ചാലും അത്യാവശ്യം ഒരു 750-700 കിലോമീറ്റേഴ്സ് എന്തായാലും നമുക്ക് റേഞ്ച് കിട്ടും. ഐ മീൻ ഞാൻ 15 വെച്ചാണ് ഞാൻ പറയുന്നത്. 15 വെച്ച് നോക്കിയാൽ തന്നെ മിനിമം ഒരു 700-800 കിലോമീറ്റേഴ്സ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് നോക്കാം. ഇതേ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ഈ ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജി. ഇത് GT പ്ലസ് ക്രോമിനും ഐ മീൻ മുകളിലോട്ടുള്ള ആ ഒരു 1.5 ലിറ്റർ എൻജിൻസിലാണ് ഇത് വരുന്നത്. വേരിയൻ്റ് നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഈ ക്രോം എന്ന് പറയുന്ന ആ ഒരു വേർഷൻ, പിന്നെ അതുപോലെ സ്പോട്ട് എന്നുള്ള വേർഷനുണ്ട്. നമുക്ക് ഈ 1 ലിറ്ററിൽ GT ലൈൻ വരെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. GT പ്ലസ് സ്പോട്ട് എന്ന് പറയുന്ന വേർഷൻസ് എല്ലാം തന്നെ 1.5 ലിറ്റർ എൻജിൻസിന് ഡെഡിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ 1 ലിറ്റർ എൻജിൻ്റെ ആ ഒരു സ്പെക്കിനകത്ത് GT പ്ലസ് സ്പോട്ട് ലൈൻ ഇല്ല. അപ്പോൾ നമുക്ക് രണ്ട് തട്ടായിട്ട് തിരിക്കാം. ഒരു സ്പോട്ട് ലൈനുണ്ട്, ഒരു ക്രോം ലൈനും ഉണ്ട്. അപ്പം ഈ ക്രോമിലെ വേരിയസ് വേർഷൻസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രോഷർ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജി ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു 1.5 ലിറ്ററിന് മാത്രമേ ഉള്ളൂ. പിന്നെ എൻജിൻ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എല്ലാ വേർഷൻസിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പം പാഡിൽ ഷിഫ്റ്റേഴ്സ് ഓട്ടോമാറ്റിക് വേർഷൻസിനകത്ത് ഹൈലൈൻ തൊട്ട് എല്ലാ വേർഷൻസിനകത്തും ഈ പറഞ്ഞ പാഡിൽ ഷിഫ്റ്റർ ഉണ്ട്. ദെൻ ക്രൂസ് കൺട്രോളും ഈ പറഞ്ഞ ഹൈലൈൻ തൊട്ട് തന്നെ ഉണ്ട്. പിന്നെ ബാക്കി ഇതൊക്കെ കുറച്ച് ഡിസൈൻ എലമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് സാധനങ്ങളാണ്. ഇപ്പോൾ GT ബ്രാൻഡിങ്, ടെയിൽ ഗേറ്റ് ഇൻ റെഡ്, അങ്ങനെയുള്ള അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും. ലൈക്ക് ഒബ്വിയസ്ലി ഇപ്പോൾ ഞാൻ നിങ്ങൾ സംസാരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ മേ ബി കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന ആരെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ വണ്ടികളെക്കുറിച്ച് അറിയാനെങ്കിലോ, ഐ ആം വെരി മച്ച് ഇൻട്രസ്റ്റഡ് ടു ഗിവ് വാട്ട് ഐ നോ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ബാക്ക് ടു ഇറ്റ്. നമുക്ക് പിന്നെ വരുന്നത് സെൻറ്റർ ആംറെസ്റ്റ് ഉണ്ട്, ലേസർ ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്. ഇതെല്ലാം നമുക്കറിയാം. ഈ ഒരു GT പ്ലസ് ക്രോമിലൊക്കെയാണ് ഈ പറഞ്ഞ കുറേ ഫീച്ചേഴ്സ് വരുന്നത്. ബാക്കിയെല്ലാം ബ്ലാങ്ക് ആണ്. കണ്ടോ, നമ്മൾ ഈ ഫീച്ചേഴ്സൊക്കെ നോക്കുമ്പോൾ ഒരു GT പ്ലസ്സിലൊക്കെയാണ് ഈ പറഞ്ഞ ഫാബ്രിക് സ്റ്റിച്ചിങ് വരുന്നത്, GT വെൽക്കം മെസ്സേജ്, അലുമിനിയം പെഡൽസ്, റെഡ് പെയിൻറ്റഡ് ബ്രേക്ക് കാലിപ്പർ, ഫ്രണ്ട് ആൻഡ് റിയർ. അതൊക്കെ അത്യാവശ്യം ടോപ്പ് എൻഡ് വേരിയൻറ്റിലാണെന്ന് പറയാം. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ അത്യാവശ്യം വേറെ എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് നോക്കട്ടെ. ഇൻഫിനിറ്റ് ടെയിൽ ലാംപ്സ് ഉണ്ട്. അതൊക്കെ എല്ലാത്തിലും ലൈക്ക് ഈ ഹെഡ്ലൈറ്റ്, ടെയിൽ ലൈറ്റ്, ഇതെല്ലാം അത്യാവശ്യം എല്ലായിടത്തും സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഞാൻ കാണുന്നത്. ബാക്കി അത്യാവശ്യം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് വായിച്ചാൽ തീരാത്തത്രയും ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് സേഫ്റ്റിയുടെ കാര്യം നോക്കാം കേട്ടോ. നമുക്ക് സേഫ്റ്റിയുടെ കാര്യം നോക്കുമ്പോൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്, ആൻഡ് ABS ഉണ്ട്, EBD ഉണ്ട്. പിന്നെ മൾട്ടി കൊളിഷൻ ബ്രേക്സ് ഉണ്ട്, ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ് ഉണ്ട്, ബ്രേക്ക് അസിസ്റ്റ് ഉണ്ട്, ആൻറ്റി സ്ലിപ്പ് റെഗുലേഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് സിസ്റ്റം ഉണ്ട്. അതൊരു നല്ലൊരു ഓപ്ഷനാണല്ലോ, ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് സിസ്റ്റം. മേ ബി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വാട്ട് ഈസ് ദിസ് ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് സിസ്റ്റം? ആക്ച്വലി അതൊരു ഓഫ് റോഡ് സെൻട്രിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്കറിയാം, നമ്മൾ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് വീലുകളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ കർവ് ഒക്കെ എടുക്കുമ്പോൾ ഔട്ടർ വീലായിരിക്കും കുറച്ചുകൂടെ കറങ്ങുക, ഇന്നർ വീൽസ് കുറച്ചേ കറങ്ങുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഡിഫറൻഷ്യൽ ഇതും ഓപ്പൺ ഡിഫറൻഷ്യൽ പോലെയാണ്. നമുക്ക് രണ്ട് വീലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കറങ്ങാൻ വേണ്ടി ഡിഫറൻഷ്യലാണ് സാധാരണ വണ്ടികൾ വരിക. പക്ഷേ അത് നമുക്കൊരു ഓഫ് റോഡ് കയറുന്ന സ്ഥിതിയിൽ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളൊരു ഗ്രിപ്പില്ലാത്തൊരു സ്ഥലത്ത് ഒരു വീല് വെട്ടുക, ആ വീല് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. ദാറ്റ്സ് ഹൗ ഇസ് വർക്ക്. അപ്പോൾ ഓപ്പൺ ഡിഫറൻഷ്യൽ അങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുക.
അപ്പോൾ അത് ലോക്ക് ചെയ്താൽ പിന്നെ 2 വീലുകളും ഒരേപോലെ കറങ്ങത്തുള്ളൂ. എത്ര ഇനി സ്ലിപ്പായാലും ഒരേപോലെ മാത്രമേ കറങ്ങുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഓഫ് റോഡിൽ നിന്നൊക്കെ സിറ്റുവേഷനിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിക്കവർ ചെയ്ത് പോകാൻ പറ്റും. ആ സ്ലിപ്പറി സിറ്റുവേഷനിൽ നിന്നൊക്കെ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ടാറിട്ട റോഡുകളിൽ ഈ ഫീച്ചർ ഒരിക്കലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന താറിലും എല്ലാം അത് ഓട്ടോമാറ്റിക്കാണ്. നമുക്ക് ഗൂർക്കയിൽ പക്ഷേ അത് നമുക്ക് 2 ലിവറുണ്ട്. നിങ്ങൾക്ക് കണ്ടവർക്ക് അറിയാമായിരിക്കും 2 ലിവറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മാനുവലി തന്നെ നമുക്ക് ഫ്രണ്ടും ലോക്കും ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഗൂർക്കയിലുണ്ട്. ഈവൻ നമ്മുടെ ഥാറിലൊന്നും അങ്ങനെ ഉണ്ട്, പക്ഷേ അത് ഓട്ടോമാറ്റിക്കാണ്. ലൈക്ക് മാനുവൽ വൺ, ബട്ട് മൈ ഥാർ ഓൺലി ഹാസ് ദിസ് ഓട്ടോമാറ്റിക് വൺ. ഇപ്പോൾ ഇവിടെ ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് ഉണ്ട്. ഒബ്വിയസ്ലി ഇത് ഓട്ടോമാറ്റിക് ആയിരിക്കാൻ തന്നെയാണ് ചാൻസ്, അല്ലാതെ ഒരു ഫീച്ചർ ആവാൻ വഴിയില്ല. അതിനെപ്പറ്റി ഒന്നുകൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ഡ്യുവൽ എയർ ബാഗ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ആദ്യമേ കണ്ടതുപോലെ തന്നെ ഇതെല്ലാം 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. ചൈൽഡ് സേഫ്റ്റിക്കും അഡൽട്ട് സേഫ്റ്റിക്കും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള വണ്ടിയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു വണ്ടിയാണ് കേട്ടോ. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒന്നും നോക്കാനില്ല, നിങ്ങൾ വളരെ നല്ലൊരു വണ്ടി തന്നെ ആയിരിക്കും ഈ ഒരു ടൈഗൺ എന്ന് പറയുന്നത്. അണ്ടർ 20 lakhs നിങ്ങൾക്ക് അത്യാവശ്യം ഉള്ള ടോപ്പ് എൻഡ് വേരിയൻ്റ് തന്നെ കിട്ടും. 1 ലിറ്ററിൻ്റെ 1.5ൻ്റെ ടോപ്പ് എൻഡ് വേണമെങ്കിൽ നിങ്ങൾ 23-24 lakhs അടുപ്പിച്ചാവും. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് പ്രൈസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം. ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം കേട്ടോ. ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഉണ്ട്, ടയർ പ്രഷർ ഡിഫ്ലേഷൻ വാർണിംഗ് ഉണ്ട്. 17.78ൻ്റെ ടച്ച് സ്ക്രീനാണ് ബേസ് വേരിയൻറ്റിൽ. പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് പോകുമ്പോഴും 10.25 ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അത് സെക്കൻഡ് വേരിയൻ്റ് തൊട്ടുണ്ട്, അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ 6 സ്പീക്കേഴ്സ് എല്ലാത്തിലും ഉണ്ട്. കാരണം കുറേയൊക്കെ ഈ വോക്സ് വാഗൻ്റെ ഒരു ക്വാളിറ്റിയും നമുക്ക് ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഞാൻ 2020 ഥാർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2015 വെൻഡോർ ഇൻറ്റീരിയർ തന്നെയാണ് ഇപ്പോഴും മികച്ച നിൽക്കുന്നത്. അതാണ് അവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഗിമ്മിക്സ് കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ കൺവീനിയൻസ്, വെൻറ്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്സ്, ഇത് ഞാൻ പറഞ്ഞല്ലോ അതൊരു തേർഡ് വേരിയൻ്റ് തൊട്ട് മാത്രമേ ഈ പറയുന്ന നമുക്ക് വെൻറ്റിലേറ്റഡ് സീറ്റ് കിട്ടുള്ളൂ. ഇലക്ട്രോണിക് സൗണ്ട് റൂഫ്, പനോറമിക് സൗണ്ട് റൂഫാണ് ഞാൻ പറയുന്നത്. തേർഡ് വെർഷൻ ഒരു ടോപ്പ് എൻഡ് GT പ്ലസ് മുതലൊക്കെ നമുക്ക് പാനോറമിക് സൗണ്ട് റൂഫ് വരും. ആദ്യത്തെ ഒരു 3 മോഡൽസിനകത്തും സൗണ്ട് റൂഫ് കറക്റ്റ് പാനോറമിക് അല്ല, ഇലക്ട്രിക് ജസ്റ്റ് ഒരു സൗണ്ട് റൂഫ് ഉണ്ടെന്നേ ഉള്ളൂ, നോട്ട് ദാറ്റ് പാനോറമിക് സൗണ്ട് റൂഫ്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമ്മൾ ഈ പറഞ്ഞ കണക്ക് GT പ്ലസ് വേരിയൻ്റ് തൊട്ടാണുള്ളത്. IR കട്ട് ഗ്ലാസ് ഉണ്ട്, അപ്പം അത്യാവശ്യം ഹീറ്റ് റെസിസ്റ്റൻ്റ് ഗ്ലാസ്സുകളാണ്. ആൻഡ് ഓൾസോ IR റെസിസ്റ്റൻ്റ് ഗ്ലാസ്സുകളായിരിക്കും ഇതെല്ലാം. പിന്നെ കൂഡ് ഗ്ലൗ ബോക്സ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അതൊന്നും വലിയ അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളല്ല. പിന്നെ അവരുടെ ഫോർഎവർ കെയർ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. 4 ഇയർ 1 lakh കിലോമീറ്റർ വാറണ്ടിയാണ്, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 7 years പ്ലസ് 1.5 lakh ആക്കി മാറ്റാം. പിന്നെ 4 years റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ട് അപ് ടു 10 years. പിന്നെ 3 ഫ്രീ സർവീസ് ഉണ്ട്, 1000, 7500, 15,000 കിലോമീറ്റേഴ്സാണുള്ളത്. അതാണ് ഇവരുടെ ഈ 4 അവർ സ്റ്റാൻഡേർഡ് വാറണ്ടി. അപ്പോൾ നിങ്ങളൊന്ന് പറയൂ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി ഈ വീഡിയോ? നിങ്ങൾക്ക് വോക്സ് വാഗൺ ടൈഗൺ ഇഷ്ടപ്പെട്ടോ? ആരെങ്കിലും എടുക്കാൻ നോക്കുന്നുണ്ടോ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? എനി ഇൻഫർമേഷൻ, എനി ഓൺ റോഡ് പ്രൈസസ്, എനിത്തിങ്, പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ബിലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. This is me, Humble Indian, signing out.